സർവകലാശാലകൾ ഗവർണറും ബിസിമാരും ചേർന്ന് കാവ്യവൽക്കരിക്കുന്നെന്ന് ആരോപിച്ച് കേരള സർവകലാശാലയിലേക്ക് SFI മാർച്ച്. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാർച്ചിലേക്കും പ്രതിഷേധത്തിലേക്കും കടക്കുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലേക്കും ഇന്ന് SFI ഒരേ സമയം മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ഗവർണറും വൈസ് ചാൻസലർമാരും ചേർന്ന് ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരള സർവകലാശാലയിലേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജ്ഞാനസഭയിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നതിന് എതിരെയാണ് പ്രധാനമായും ഇന്നത്തെ മാർച്ച്. നേരത്തെ തന്നെ കേരള സർവകലാശാലയിലെ മോഹൻ കുന്നുമ്മലിനെതിരെ SFI വലിയ ആരോപണം ഉയർത്തിയിരുന്നു. അദ്ദേഹം ഗവർണറുടെയും RSSന്റെയും ആജ്ഞകൾക്കനുസരിച്ച് സർവകലാശാലയിൽ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്നുവെന്നും RSS തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ട് നീണ്ട സമര പരമ്പരകൾ തന്നെ നേരത്തെ SFI നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് കേരള സർവകലാശാലയിൽ നടത്തുന്ന സമരം. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ന് സംസ്ഥാന വ്യാപകമായി SFI നടത്തുന്ന പരിപാടിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഒന്ന് വെറ്റിനറി സർവകലാശാലയിലേക്കും അതിനോടൊപ്പം തന്നെ സംസ്കൃത സർവകലാശാലയിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. സർക്കാർ നൽകിയ പാനലിൽ നിന്നുള്ള അംഗങ്ങളെ അവഗണിച്ചുകൊണ്ട് RSS പശ്ചാത്തലമുള്ളവരെ നിയമിച്ചു എന്നതാണ് അതിൽ പ്രധാനമായും SFI മാർച്ച് വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയിലേക്ക്. വിശദാംശങ്ങളാണ് ഗോപാൽ ശീലാസൻ നൽകിയത്.